തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം എതിർത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിലാകുന്നു. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനീഷ്, പരസ്യ മദ്യപാനം എതിർത്തതിന് വലിയ മർദ്ദനമാണ് നേരിടേണ്ടി വന്നത്. നിലത്തിട്ട് ചവിട്ടുന്നടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ചെയ്തവരെ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഈ സംഭവത്തിൽ മൊത്തം 14 പേരാണ് ഉൾപ്പെട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചാലക്കുടി ഡിവൈഎസ്പി TS സൈനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അന്വേഷിച്ചു വരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ ഈ 14 പേരിലാണ് ഇപ്പോൾ 3 പേർ ഇപ്പോൾ ഏറ്റവും പുതുതായി അറസ്റ്റിലായിട്ടുള്ളത്. കോനിക്കര തലൂർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ എന്നിവരാണ് ഇപ്പോൾ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇന്നലെ വൈകിട്ട് റോമുലസ് എന്ന് പറയുന്ന തലൂർ സ്വദേശി പിടിയിലായിരുന്നു. ഇതോടെ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 4. ഇനി ഈ കേസിൽ 10 പേരാണ് പിടിയിലാകാനുള്ളത്. ഈ പെൺകുട്ടികൾ കുളിക്കുന്ന പുഴക്കടവിൽ മദ്യപാനം തടഞ്ഞതാണ് ഈ കുട്ടിയുടെ പിതാവിനെ ആക്രമിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ബിനു പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെയാണ് ഈ സംഘം ക്രൂരമായി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡിലിട്ട് മർദ്ദിച്ചത്. ബിനുവിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബിനുവിന്റെ പരാതിയിൽ പറയുന്നത്. ഇതിനിടെ ബിനുവിന്റെ അയൽവാസി രമേശ് എന്ന് പറയുന്ന ആള് മാറി ബിയർ കുപ്പി കൊണ്ട് അടിക്കുന്ന ഒരു സംഭവം അന്നും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആസ്പദമായ കാര്യങ്ങളുടെ തുടക്കം. പുലക്കാട്ടുകര സ്വദേശി ഓംപുള്ളി വീട്ടിൽ 35-കാരനായ ബിനുവിനെയാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 14 പേരടങ്ങുന്ന സംഘം ക്രൂരമായി റോഡിലിട്ട് മർദ്ദിച്ചത്. മണലി പുഴയുടെ കടവിൽ ഈ ബിനുവിന്റെ മകളുമായി വൈകിട്ട് കുളിക്കാനെത്തിയപ്പോൾ ഇവിടെ ഒരു സംഘം ഇരുന്ന് മദ്യപിക്കുന്നത് ബിനു കണ്ടു. ബിനു ഇവരുമായി ഈ മദ്യപാനം, പൊതുസ്ഥലത്തെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തു. തുടർന്ന് അവിടെ വെച്ച് ബിനുവും ഈ സംഘവുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് അവിടെ നിന്നും തിരികെ ബിനുവും മകളുമായി വീട്ടിലേക്ക് വന്നു. രാത്രിയിൽ ഈ സംഘം ബിനുവിന്റെ വീട്ടിലെത്തി ബിനുവിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടെ ബിനുവിന്റെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലും ഇവർ മർദ്ദനം നിർത്തിയില്ല. ഷൂസ് ഇട്ട കാലുകൊണ്ട് തുടർന്നും പുറത്തും മുതുകിലും എല്ലാം ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ബിനു പറയുന്നത് കരിങ്കല്ല് ഉപയോഗിച്ച് ബിനുവിന്റെ കണ്ണിലും അതുപോലെ തലയ്ക്ക് പുറകിലുമായി പലതവണ ഇവർ കുത്തി പരിക്കേൽപ്പിച്ചെന്നും പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ബിനു റോഡിൽ കിടക്കുമ്പോൾ ഇത് കണ്ട നാട്ടുകാർ ഓടി വന്ന സമയത്ത് ഈ അക്രമി സംഘം അവിടെ നിന്നും ബൈക്കിലും മറ്റുമായി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഈ മണലി പുഴയുടെ കടവിൽ പരസ്യമായി ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന സംഘം പരസ്യ മദ്യപാനം നടത്തുന്ന സാഹചര്യമുണ്ടെന്ന് അന്ന് ബിനു ആരോപിച്ചിരുന്നു. ഇതിനെതിരെ പോലീസിന്റെ ഒരു ജാഗ്രത വേണമെന്നും അന്ന് പറഞ്ഞു. അനീഷ് ആന്റണി, ഈ 3 പേർ കൂടി അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ മൊത്തം ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് അറസ്റ്റിലുള്ളത്? ഇനി എത്ര പേരാണ് അറസ്റ്റിലാകാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അജിംഷാദ്, മൊത്തം 14 പേരാണ് ഈ കേസിലുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതുതായി അറസ്റ്റിലായ 3 പേരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റൂമുലസ് എന്ന് പറയുന്ന ആളും. ആകെ മൊത്തം ഇപ്പോൾ 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി 10 പേരെ കൂടി പിടികൂടാനുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രതികൾ ഉടൻ പിടിയിലാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഊർജിതമാണ്. അജിംഷാദ്. ശരി അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.